സുരേഷ് ഗോപി മകളുടെ കല്യാണത്തിന് ഒരു പള്ളിയിൽ ഒരു നേർച്ച സമർപ്പിച്ചാൽ ആർക്കാണ് ഇത്ര പൊള്ളുവാനുള്ളത്? നമുക്കറിയാം, സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് മുന്നോടിയായി തൃശ്ശൂർ ലൂർദ് പള്ളിയിൽ അദ്ദേഹം ഒരു സ്വർണ്ണ കിരീടം മാതാവിന് സമർപ്പിച്ചിരുന്നു. പിന്നീട് അത് ചെമ്പിൽ സ്വർണം പൂശിയതാണ് എന്ന തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. സിറ്റിംഗ് എം പി ആയിട്ടുള്ള തൃശ്ശൂരിൻ്റെ TN പ്രതാപനും അനിൽ അക്കരെ മുൻ MLA യും ഒക്കെ ഈ വിവാദങ്ങൾ ഏറ്റുപിടിച്ചിരുന്നു. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് ലൂർദ് മാതാവിന് ഈ സ്വർണ്ണക്കിരീടം സമർപ്പിച്ചതെന്നും ആ സ്വർണ്ണക്കിരീടം ചെമ്പിൽ സ്വർണം പൂശിയതാണോ എന്ന തരത്തിലൊക്കെ വിവാദങ്ങൾ കത്തി നിന്നു. അതിന് ചെമ്പാകട്ടെ, അലൂമിനിയം ആകട്ടെ, ഇരുമ്പാകട്ടെ, സ്വർണമാകട്ടെ, അത് സുരേഷ് ഗോപിയും ആ പള്ളിയും തമ്മിലുള്ള പ്രശ്നമായി മാറും. അല്ലെങ്കിൽ ഭഗവാന് ഒരു വിശ്വാസ കേന്ദ്രത്തിന് എന്തെങ്കിലും ഒരെണ്ണം കാണിക്കയായി സമർപ്പിക്കുന്നത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ്, അല്ലേ? അതെങ്ങനെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാറും? ഈ നിലപാട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് K മുരളീധരനാണ്. ലൂർദ് പള്ളിയിലേക്ക് അദ്ദേഹം ഈ ഇലക്ഷൻ പ്രചരണത്തിന്റെ ഭാഗമായി കടന്നു വന്നപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഞാനും ഒരു വിശ്വാസിയാണ്, ലൂർദ് മാതാവിന് സുരേഷ് ഗോപി കിരീടം സമർപ്പിച്ചതിനെ വിവാദമാക്കാനൊന്നും ഞാനില്ല, അത് ഓരോരുത്തരുടെയും വിശ്വാസമാണ്, അത് തന്നെയാണ് യഥാർത്ഥ നിലപാട് എന്ന് പറയുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഈ ഭഗവാനിൽ അല്ലെങ്കിൽ ഈശ്വരനിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അത് ഏത് ഈശ്വരനാവട്ടെ, ഹൈന്ദവന്റെയോ ക്രൈസ്തവന്റെയോ ഇസ്ലാം മത വിശ്വാസിയുടെയോ ഏതൊരു വിശ്വാസിയുടെയും വിശ്വാസ കേന്ദ്രമാകട്ടെ, അവിടെ തന്നാൽ കഴിയുന്ന രീതിയിൽ ഒരു കാണിക്ക സമർപ്പിക്കുക എന്ന് പറയുന്നത് ഓരോ വിശ്വാസിയുടെയും വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതിനെ ചോദ്യം ചെയ്യുവാൻ ആർക്കും അവകാശമില്ല. ചിലപ്പോൾ നമ്മളൊക്കെ ക്ഷേത്രങ്ങളിൽ പോകും, അല്ലെങ്കിൽ പള്ളികളിൽ പോകും, അല്ലെങ്കിൽ മോസ്കിൽ പോകും, നമ്മുടെ പോക്കറ്റിൽ 1 രൂപ നാണയമാണുള്ളതെങ്കിലും അത് നമ്മൾ മനസ്സിൽ ഈശ്വരനെ വിശ്വസിച്ചുകൊണ്ട് അവിടെ സമർപ്പിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പോക്കറ്റിൽ 2000-ന്റെ നോട്ടോ 500-ന്റെ നോട്ടോ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവനവന്റെ സാമ്പത്തിക ശേഷിക്ക് അനുസരിച്ച് അവിടെ സമർപ്പിക്കും. ചില നല്ല കാര്യങ്ങൾ നടക്കാൻ വേണ്ടി നേർച്ച പറയുന്നവരുണ്ട്, ക്ഷേത്രങ്ങളിലും പള്ളികളിലും മോസ്കുകളിലും ഒക്കെ നേർച്ച പറയുന്നവരുണ്ട്. അത് ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ചായിരിക്കും. അങ്ങനെയെങ്കിൽ മകളുടെ വിവാഹം നല്ല രീതിയിൽ നടക്കുന്നതിന് വേണ്ടി ലൂർദ് മാതാവിന് ഒരു സ്വർണ്ണക്കിരീടം സമർപ്പിച്ചു കൊള്ളാമെന്ന് സുരേഷ് ഗോപി പറഞ്ഞെങ്കിൽ, ആ സ്വർണ്ണക്കിരീടം അദ്ദേഹം സമർപ്പിച്ചെങ്കിൽ, ആ സ്വർണ്ണക്കിരീടം ചിലപ്പോൾ സ്വർണം പൂശിയതാണെങ്കിൽ എന്തിനാണ് അതിനെ രാഷ്ട്രീയമായി കാണുന്നത്? സുരേഷ് ഗോപി വിളിച്ചിട്ടല്ല ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും അതിനെ റിപ്പോർട്ട് ചെയ്യാൻ പോയത്. അത് നല്ല കണ്ടന്റ് ആയതുകൊണ്ടാണ് എല്ലാ ചാനലുകാരും സോഷ്യൽ മീഡിയയും ഒക്കെ അവിടെ പോയി ഈ ദൃശ്യങ്ങളൊക്കെ എടുത്ത് പകർത്തി വലിയ രീതിയിൽ പബ്ലിസിറ്റി കൊടുത്തു. സുരേഷ് ഗോപി ഏതെങ്കിലും മാധ്യമങ്ങളെ ഇത് കവർ ചെയ്യാൻ വിളിച്ചോ എന്ന് ചോദിച്ചാൽ, വിളിച്ചെങ്കിൽ ആ മാധ്യമങ്ങൾ തെളിവ് പുറത്തുവിടണം. ലൂർദ് മാതാവിന് സമർപ്പിച്ച കിരീടം ലൂർദ് മാതാവിന്റെ തലയിൽ നിന്ന് തട്ടി ഏതോ ഒരു ക്യാമറയുടെ ലെൻസ് തട്ടി താഴെ വീഴുന്ന ദൃശ്യങ്ങൾ, പിന്നീട് സുരേഷ് ഗോപിയുടെ കിരീടം ലൂർദ് മാതാവിന് ഇഷ്ടപ്പെട്ടില്ല എന്ന തരത്തിൽ നടന്ന വമ്പൻ പ്രചരണങ്ങൾ, അതൊക്കെ നമ്മൾ കണ്ടതാണ്. ലൂർദ് മാതാവിനൊരു കിരീടം സമർപ്പിച്ചത് കൊണ്ട് ആ മാതാവിൽ വിശ്വസിക്കുന്ന ക്രൈസ്തവ ജനത ഒന്നാകെ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറും മണ്ടത്തരം മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K സുരേന്ദ്രൻ അടക്കമുള്ള BJPയുടെ 20 സ്ഥാനാർത്ഥികളും ജയിച്ചു കയറേണ്ടതാണ്. കാരണം ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കേരളമെമ്പാടും ഏറെ പ്രതിഷേധ സമരങ്ങൾ നടത്തിയത്, ഹൈന്ദവ ജനതയ്ക്കൊപ്പം നിന്നത് ഈ പറയപ്പെടുന്ന BJPക്കാരാണ്. പക്ഷേ എന്നിട്ടും K സുരേന്ദ്രൻ മൂന്നാം സ്ഥാനത്ത് പത്തനംതിട്ടയിൽ പോയതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ വിശ്വാസ കേന്ദ്രത്തിൽ നേർച്ച സമർപ്പിച്ചതുകൊണ്ട് ക്ഷേത്രങ്ങളെ കുറ്റം പറഞ്ഞ്, പള്ളികളെ കുറ്റം പറഞ്ഞ്, ഈശ്വരൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർ പിന്നീട് ഷോളൊക്കെ ധരിച്ച് സ്ഥാനാർത്ഥിയാകുമ്പോൾ ക്ഷേത്രങ്ങൾക്ക് മുന്നിൽ പോയി കുമ്പിട്ട് തൊഴുത് പ്രസാദം വാങ്ങി നെറ്റിയിൽ തൊഴുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. DYFIക്കാരൊന്ന് വിളിച്ചാൽ ആയിരക്കണക്കിന് പെണ്ണുങ്ങൾ ഈ പറയപ്പെടുന്ന ശബരിമലയിലേക്ക് കടന്നു വരുമെന്ന് പറഞ്ഞ AM ആരിഫ് തന്നെ അവിടെ ഇപ്പോൾ ഇലക്ഷൻ പ്രചരണത്തിന്റെ ഭാഗമായി ക്ഷേത്രങ്ങളിൽ പോയി തൊഴുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത്തരത്തിൽ തന്നെയാണ് ഈ രാഷ്ട്രീയ കോമരങ്ങൾ തുള്ളിയാടുന്നത്, പറയാതിരിക്കുവാൻ സാധിക്കില്ല. അവർ ഇലക്ഷനെ വിജയിച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരായിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ കുറ്റം പറയുക, 4 വോട്ടിന് വേണ്ടി മതമേലധ്യക്ഷന്മാരുടെയും ക്ഷേത്രങ്ങളുടെയും മുമ്പിൽ പോയി കുമ്പിട്ട് തൊഴുക, ഇതൊക്കെ നമ്മൾ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. രാഷ്ട്രീയത്തിന്റെ പേരിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് മന്ത്രിയും ഒക്കെ ആയതിനുശേഷം ശബരിമല തിരുനടയിൽ ചെന്ന് നിന്ന് കൈതൊഴാതെ താത്തിട്ട് കിട്ടുന്ന തീർത്ഥം നിലത്തൊഴിച്ച് കളഞ്ഞ് വിശ്വാസത്തെ അവഹേളിക്കുന്ന, വിശ്വാസികളെ അവഹേളിക്കുന്ന നേതാക്കന്മാരുള്ള ഒരു നാട്ടിലാണ് ഈ പറയപ്പെടുന്ന സുരേഷ് ഗോപിയെ പോലെ ഒരു സിനിമാ നടൻ. സുരേഷ് ഗോപി തികഞ്ഞ വിശ്വാസിയാണ്, ഹൈന്ദവ വിശ്വാസങ്ങളെ ചേർത്ത് പിടിക്കുന്ന ആളാണ്, ക്രൈസ്തവ വിശ്വാസങ്ങളെ ചേർത്ത് പിടിക്കുന്ന ആൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനു മുമ്പും ഇദ്ദേഹം സിനിമാ താരമായിരിക്കുമ്പോഴും രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോഴും ഒക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുമുണ്ട്. ലൂർദ് മാതാവിന് സമർപ്പിച്ച സ്വർണ്ണക്കിരീടം അത് ചെമ്പ് പൂശിയതോ അലൂമിനിയം പൂശിയതോ അല്ലെങ്കിൽ ഇരുമ്പ് പൂശിയതോ ആകട്ടെ, അത് അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. K മുരളീധരന്റെ നിലപാട് തന്നെയാണ് ഈ കാര്യത്തിൽ സത്യസന്ധമായ കാര്യവും. ഈ ആരോപണങ്ങളൊക്കെ നേരെ തിരിച്ചടിക്കും എന്ന ചിന്തയിലാണോ K മുരളീധരൻ ഇത് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കറിയില്ല. എന്തായാലും പുറമേ പറഞ്ഞ ആ നിലപാട് അത് സത്യസന്ധവും സ്വാഗതാർഹവും തന്നെയാണ്.